വായിക്കണം. നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് പോകണം. ജോയിയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ്. അല്പസമയം മുമ്പാണ് ജോയിയുടെ മൃതദേഹം ശ്രീത്ര പൂർ ഹോമിന്റെ പുറകിലുള്ള തോട്ടിൽ പൊങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ് ഈ മൃതദേഹം കണ്ടത് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് ഈ പറഞ്ഞതുപോലെ വി വിനോദ് അവിടെ ഉണ്ട്. അല്പം മുമ്പാണ് വിനോദ് മേയർ നമ്മളോട് സംസാരിച്ചത്. കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. ബന്ധുക്കൾ എത്തിയോ ജോയിയുടെ? മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? അർജിത്, ഇപ്പോൾ മേയർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് കളക്ടർ, ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബോഡി ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ഈ മരിച്ചത് മൃതദേഹം ജോയിയുടേതാണ് എന്നത് തിരിച്ചറിയാനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായേക്കില്ല, ഒരുപക്ഷെ ഉണ്ടാകാനുള്ള ഇടയില്ല. പക്ഷെ അത് ഇനിയും തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുക. ഏതായാലും 48 മണിക്കൂറോളം നീണ്ട തിരച്ചിൽ, ഏറ്റവും ഒടുവിൽ നേവിയുടെ തന്നെ സഹായം തേടേണ്ട അവസ്ഥ. അവിടേക്ക് ഇന്ത്യൻ സൈന്യം തന്നെ വരുന്നത് ഒരു മാലിന്യ പ്രശ്നത്തിലേക്കാണ്. ഒരു മാലിന്യ കൂമ്പാരത്തിൻ്റെ പ്രശ്നം തീർത്ത വിഘാതം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരച്ചിലിന് നടത്തിയ തടസ്സം, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന് തന്നെ വരേണ്ടി വരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ കൂമ്പാരത്തിൻ്റെ അവസ്ഥ, അതുണ്ടാക്കുന്ന ഭീതിതമായ സാഹചര്യം, അത് എന്തെന്ന് വെളിവാക്കുന്നത് തന്നെയാണ്. അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥർക്കോ NDRFന്റെ ഉദ്യോഗസ്ഥർക്കോ കടന്നു ചെല്ലാൻ പറ്റാത്ത വിധം ഒരു ടണലിൽ പതിറ്റാണ്ടുകളായുള്ള മാലിന്യം കുമിഞ്ഞു കൂടി നിൽക്കുന്നത്. കിടക്കകൾ വരെ, വലിച്ചെറിയപ്പെട്ട കിടക്കകൾ വരെ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ നില. ഒരു നഗരഹൃദയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാലിന്യ സ്രോതസ്, അതായത് ഒരു ജലസ്രോതസ് ഒരു മാലിന്യ സ്രോതസ്സായി മാറുന്ന ഏറ്റവും ഭീതിതമായ കാഴ്ച. അതിനുള്ളിൽ പെട്ടുപോയ ഒരു ജീവൻ, ആ ജീവന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകൾ മുഴുവൻ നടത്തിയത്. എന്നാൽ ഏറ്റവും വേദനാജനകമെന്ന് തന്നെ പറയട്ടെ, ആ ജീവൻ രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. ജോയിയുടെ മൃതദേഹം കുറച്ചു സമയം മുൻപാണ് തകരപ്പറമ്പിൽ നിന്ന് ശ്രീചിത്ര പൂർ ഹോമിന് പിറകിൽ നിന്ന് കണ്ടെടുത്തത്. അതിനുശേഷം ഈ നഗരസഭയുടെ തന്നെ കണ്ടിജന്റ് ജീവനക്കാരാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടങ്ങിയ തിരച്ചിൽ, അത് നഗരസഭയുടെ ജീവനക്കാരും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും NDRFും ഇന്ത്യൻ നേവിയും അടക്കമുള്ളവർ ഇതിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ച. വിശ്രമമില്ലാതെ, ഇടതടവില്ലാതെ ഈ തിരച്ചിൽ നടത്തുകയായിരുന്നു. ടണലിന് 117 മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ ഏതാണ്ട് 40 മീറ്ററോളം പരിശോധിക്കുന്നത് പോലും വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. അതിന്റെ ഭാഗമായാണ് നേവിയുടെ സഹായം തേടിയത്. കൊച്ചിയിൽ നിന്നുള്ള 6 അംഗ സംഘം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രാത്രി എത്തുകയും ചെയ്തു. അവരുടെ തിരച്ചിൽ നടപടികൾ ആരംഭിക്കുമ്പോഴേക്കും മൃതദേഹം തകരപ്പുറമിൽ നിന്ന് കണ്ടെത്തി. ഒരുപക്ഷെ ഈ കുടുങ്ങിപ്പോയിരുന്നെങ്കിൽ, മൃതദേഹം ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നെങ്കിൽ എത്രമാത്രം ദുഷ്കരമാകുമായിരുന്നു ഈ തിരച്ചിൽ എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം കാര്യങ്ങൾ കടന്നുപോയത്. ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണം അത്യന്തം ഭീകരമാണ്. നമുക്കിപ്പം ഇപ്പോൾ നഗരസഭയുടെ ജീവനക്കാരിൽ ഒരാൾ ചേരുന്നു. ഈ മൃതദേഹം കണ്ടെത്തിയതിൽ ഒരാളാണ്. എങ്ങനെയായിരുന്നു കേട്ടോ മൃതദേഹം കണ്ടത്? രാവിലെ ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട്, അതിങ്ങനെ ഇത് നോക്കണം, മഴക്കാലമായിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കി വരികയായിരുന്നു. അപ്പോൾ ഒരു സംശയം തോന്നി. അങ്ങനെ ഒരു മുള എടുത്ത് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ബോഡിയാണ് കമ്മന്ന നിലയിൽ കിടക്കുകയായിരുന്നു. ഇത് ഏത് സ്ഥലത്തായിരുന്നു? നമ്മൾ ഉപ്പിളമട് പാലത്തിന്റെ ഏകദേശം 1 കിലോമീറ്റർ വരും. കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വെള്ളത്തിന്റെ മുകളിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ. എത്ര മണിക്കായിരുന്നു കണ്ടത്? നമ്മളൊരു 9 മണിയൊക്കെ ആവും. ഇന്നലെയൊക്കെ ആ സ്ഥലത്ത് പരിശോധന നടത്തിയാണ്? ആ വഴിയൊക്കെ ഇന്നലെ പോയിരുന്നു? ഇന്നലെ മെനങ്ങാന്നിട്ട് നമുക്ക് അവിടെ ആയിരുന്നു, തമ്പാനൂരായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ ജയിച്ചില്ല നിർദ്ദേശം നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കി വന്നു. മനോജ്. ഇവിടെ ഏത് സോണൽ ഓഫീസിലായിരുന്നു? ശ്രീകണ്ഠേശ്വര സർക്കിൾ. ഞങ്ങൾ 4 പേരായിരുന്നു രാവിലെ വന്നു. മനോജ്, രാജീവ്, അശോകൻ, മനോജ് കുമാർ. നിങ്ങൾ രണ്ടുപേരാണോ കണ്ടത്? ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടെ കണ്ട് ഞങ്ങൾ 2 കൂടെ ഈ ബോഡിയിലൂടെ വന്നു. അവിടെ നിന്ന് ഈ റെയിൽവേയുടെ അവിടെയുള്ള ടണലുണ്ടല്ലോ, ഈ ടണലിനകത്തായിരുന്നെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം അത്രയും വേസ്റ്റാണ്. ഇതിപ്പോ പുറത്തായതുകൊണ്ടാണ് പെട്ടെന്ന് കാണാൻ പറ്റും. വെള്ളത്തിന്റെ മുകളിലായിരുന്നു കമ്മുന്ന നിലയിൽ കിടന്നു. ഈ വേസ്റ്റിന്റെ കാര്യം എങ്ങനെയാണ്? ഇത് ഒരുപാട് കാലങ്ങളായിട്ട് ക്ലീൻ ചെയ്യാതെ ഈ റെയിൽവേ ടണലിനകത്തൊക്കെ വേസ്റ്റ് ഉണ്ട്. ആളുകൾ കൊണ്ട് വലിച്ചെറിയുന്നതുകൊണ്ട് രാത്രി ഈ ഭക്ഷണാവശിഷ്ടങ്ങളും വീട്ടിലെ ബെഡ് വരെ ഈ പരിശോധിച്ചപ്പോൾ കിട്ടി, മെത്ത വരെ കിട്ടി.
ആ നിലയ്ക്ക് ആളുകൾ വലിച്ചെറിയുന്നതും ഒക്കെ ഉണ്ടോ? ഇത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യണം. റെയിൽവേയുടെ ഭാഗം അത് കൃത്യമായിട്ട് ക്ലീനിങ് നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് കണ്ടത്? എങ്ങനെയാണ് നമ്മൾ കാലത്ത് നമ്മളെ സർക്കിളിലെ സീനിയർ സർക്കിളിലെ സാറ് HID നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പം മഴക്കാല ശുചീകരണത്തിന് പേരിൽ എന്തെങ്കിലും ഓടയിൽ ബ്ലോക്ക് വരുന്നതും എന്തെങ്കിലും തട്ടിത്തിരിഞ്ഞെടുക്കാനുള്ളത് എന്തെങ്കിലും എടുത്ത് വരാനായിട്ട്. കാരണം നമ്മൾ ഈ വലിയ ഓടയിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ വലിയ അരിപ്പ് പോലെ വെച്ചിട്ടുണ്ട് ഈ ചവറും തട്ടി നിൽക്കാനായിട്ട്, അങ്ങനെ പ്ലാസ്റ്റിക് തിരിയാനും അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ഇത് കിടക്കണുണ്ട്. ഡൗട്ട് വന്നിട്ട് നമ്മളവിടെ കിടന്നിട്ട് മുളയെടുത്ത് തട്ടി നീക്കി നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ഇതാണെന്ന് തോന്നി. അപ്പോൾ നമുക്കൊരു കമഴ്ന്ന കിടന്നത് ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയപ്പം ഡൗട്ട് വന്നിട്ട് നമ്മൾ പിന്നെ സാറിനെ വിളിച്ചു. നമ്മൾ നല്ലോണം നോക്കിയപ്പോഴത്തേക്ക് ബോഡിയാണെന്ന് മനസ്സിലായി. സാറിനെയും വിളിച്ചു, 2 സാർമാരെ അറിയിച്ചു, സീനിയർ സർക്കിളിലെ HID അറിയിച്ചു. അത് കഴിഞ്ഞ് സാറുമാരാണ് വന്നിട്ട് കൗൺസിലറെയും ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ചിട്ട് വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഈ റെയിൽവേയുടെ ടണലിലോ ഏതെങ്കിലും സ്ലാബിനടിയിലോ ഒക്കെ കുടുങ്ങിപ്പോയെങ്കിൽ കണ്ടെടുക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. ഈ ഓടയിൽ വേറെ സബ് ഓട വന്ന് ചേരുമെങ്കിലും ഇതാണ് മെയിൻ ഓട. ഇതിൻ്റെ ഇടയിൽ വേറെ ഇടത്തും പോകാൻ ചാൻസ് ഇല്ല. ഒഴി വരുന്ന ഇങ്ങോട്ടാ വരും. ഇത് ഇവിടെ നേരെ കൊച്ചുവഴി അങ്ങനെ ബ്ലോക്ക് നമ്മുടെ ഈ റെയിൽവേയുടെ ഒക്കെ ടണലുണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അവിടെയൊക്കെ കുടുങ്ങിപ്പോയിരുന്നെങ്കിൽ ഒരിക്കലും ഇല്ല. നമ്മൾ അവിടുത്തെ മെയിൻ ടണലാണ് ആ ഒറ്റ ടണൽ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് ഓപ്പൺ ഏരിയ. ഈ ഓപ്പൺ സ്ഥലമായതുകൊണ്ടാണ് കാണാൻ പറ്റും. ഓപ്പൺ ഏരിയ അതുകൊണ്ടാണ് കാണാൻ പറ്റില്ല. അതിൽ 2 ദിവസമായിട്ട് ബോഡി ഒന്ന് പെരുവി ഒന്ന് പൊങ്ങിയതാണ്. ആ നിലയിലാണ്ടാണ് പെട്ടെന്ന് കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ വേടിയില്ല. നിങ്ങൾ തന്നെ അറിയിച്ചപ്പോൾ പിന്നെ അപ്പം തന്നെ എടുക്കുകയായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ സാറിനെ അറിയിച്ചു, 2 സാർമാരെ അറിയിച്ചിട്ട് തിരിച്ചപ്പം തന്നെ സാർമാരെ അവിടെ വിളിച്ച് അറിയിച്ചു. പിന്നെ അവർ വന്ന് പെട്ടെന്ന് എടുത്ത് നേരെ ഇങ്ങോട്ട് വന്നു. നമ്മൾ ആദ്യം നമ്മൾ തന്നെ ഉണ്ട് അവിടെ. ഫസ്റ്റ് ദിവസം നമ്മൾ ഇറങ്ങിയതും ഒക്കെ ഞങ്ങൾ തന്നെ. ഞാൻ ഇങ്ങനെ ഈ ചേട്ടനും പിന്നെ വേറെ 2 ചേട്ടന്മാരുണ്ട്. ഇന്നും 4 പേരുണ്ടായിരുന്നു. അവർ 2 പേരും അവിടെ നിൽക്കുക. ഈ ഹരിതകർമ്മ സേനയുടെ ശുചീകരണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മറ്റിടങ്ങളിലൊക്കെ? നല്ലതിന് നടക്കുന്നുണ്ട് കേട്ടോ, നല്ലതിന് നടക്കുന്നുണ്ട്. കാരണം പഴയതിനേക്കാളും നല്ല മാറ്റമുണ്ട്. നല്ല ക്ലീനിങ് ഉണ്ട് നമ്മളെ നാട്ടിൽ നല്ല മാറ്റമുണ്ട്. കാരണം പൊതുവെ പുറത്തുള്ള ചവറ് ഇപ്പം ഇല്ല അധികം. കൂട്ടച്ചവറുകൾ ഇപ്പം വളരെ ചേട്ടനെ നോക്കിയറിയാം. പൊതുവെ അങ്ങനെ വലിയ ചവറുകളില്ല. എല്ലാം അവർ മാറ്റുന്നുണ്ട്, ഞങ്ങൾ മാറ്റുന്നുണ്ട്. റോഡ് വലിയ ബുദ്ധിമുട്ട്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം കോർപ്പറേഷൻ പരിധിയിലാണ്, കോർപ്പറേഷൻ മേഖലയിലാണ്. ഇപ്പൊ റെയിൽവേയിൽ പറ്റത്തില്ലല്ലോ. റെയിൽവേയിൽ അല്ലേ, റെയിൽവേയുടെ ക്ലീനിങ് അവരല്ലേ നടത്തുന്നത്. അവരെ ബോർഡർ വന്ന് അവർക്കാണ്. നമ്മൾ റോഡ് അത്രയും നമുക്ക്. അവർക്ക് അവരുടെ റെയിൽവേ ക്രോസും ആ പാളവും വരുന്നത് അവർക്ക്, നമുക്ക് ബോർഡറെല്ലാം നമുക്ക്. അവിടെയാണ് നമ്മൾ ഈ പ്രശ്നം പറയുന്നത്. കാരണം പുറത്തുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ സമ്പൂർണ്ണ വിജയം എന്ന നിലയ്ക്കല്ല, പക്ഷേ കഴിഞ്ഞ തവണകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാര്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ണമ്മൂല ഭാഗം, ഗൗരീശപട്ടം, അവിടെയൊക്കെ സാധാരണ നിലയിൽ കനത്ത മഴയിൽ വെള്ളം കയറുന്നതാണ്. പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ വലിയ തോതിൽ അങ്ങനെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വെള്ളപ്പൊക്കമോ ഉണ്ടായില്ല. കാരണം അവിടെ തോടിൻ്റെ ആഴം കൂട്ടി, ആ മഴ തോടിൻ്റെ ആഴം കൂട്ടുകയും വീതി കൂട്ടുകയും ഒക്കെയും ചെയ്തിരുന്നു. പക്ഷേ ഈ റെയിൽവേയുടെ ഭാഗം ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ അത് ഈ ടണൽ ഈ പതിറ്റാണ്ടുകളായി അതിനകത്ത് തങ്ങി നിൽക്കുന്ന മാലിന്യമാണ്. ആ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ, കാരണം നമ്മളിപ്പോൾ തന്നെ പരിശോധിച്ചാൽ ഈ ഒരു മരണം സംഭവിക്കുന്നു, അതിൻ്റെ ഒരു വേദനയിൽ നിൽക്കുമ്പോഴും ആ കാര്യം പരിശോധിക്കുമ്പോൾ, കാരണം 3 തൊഴിലാളികളെ സാധാരണ മൺവെട്ടി കൊടുത്ത് ഈ കാണാൻ പറ്റുന്ന, അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് റെയിൽവേയുടെ ഉടമസ്ഥതയിൽ വരുന്ന ആ ഭാഗം, ജോയി അപകടത്തിൽപ്പെടുന്ന ആ ഭാഗം, അവിടെ കാണാൻ കഴിയുന്ന സ്ഥലത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ 3 തൊഴിലാളികളെ മൺവെട്ടി കൊടുത്താണ് ചുമതലപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് ഈ അപകടത്തിന് ശേഷം അവിടെ നമ്മൾ കണ്ടതാണ് ആ ഭാഗത്ത് നിന്ന് മാത്രം വലയിലൂടെ എത്ര ടൺ മാലിന്യമാണ് JCB ഉപയോഗിച്ച് അവിടെ നിന്ന് ഉയർത്തി മാറ്റിയതെന്ന്. അതായത് അങ്ങനെ ചെയ്യേണ്ട പ്രവൃത്തിക്കാണ് 3 തൊഴിലാളികളെ മാത്രം ഉപയോഗിച്ച് അവിടെ മാലിന്യ നീക്കം നടത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്. അതായത് ഒരു കണ്ണിൽ പൊടിയിടൽ, ആളുകളെ പറ്റിക്കൽ തന്നെയാണ് അവിടെ ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്നത് എന്നതിൽ ഒരു തർക്കവുമില്ല. അതിനുശേഷം നമ്മൾ കണ്ടതാണ് ആ ഭാഗത്ത് നിന്ന് മാത്രം കോരിയെടുത്ത മാലിന്യത്തിന്റെ ഒരു തോത്, ടൺ കണക്കിന് മാലിന്യം അവിടെ നിന്ന് മാറ്റിയ നില. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ മാലിന്യ സംസ്കരണത്തിൽ നമുക്ക് പാളിച്ചയല്ല ഗുരുതരമായ വീഴ്ചയുണ്ട്. അത് ഒഴിവാക്കി ഈ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, ജനങ്ങളുടെ ദുരിത ജീവിതം ഒഴിവാക്കുക. പക്ഷെ അതിനെല്ലാം ഒരു മരണം, അത് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് രഞ്ജിത്ത്.